നമ്മളെ നേരത്തെ ഇട്ട വീഡിയോയുടെ ബാക്കിയാണേ. നമുക്ക് വീണ്ടും ഒരു കരിമീനാണ് കിട്ടിയിരിക്കുന്നത്. ഒരു മീഡിയം ടൈപ്പ് കരിമീനാണേ. അടുത്തൊരു സിലോപ്പിയാണേ. നല്ല സൈസ് സിലോപ്പിയാണ്. നമുക്ക് ഈ ഉപ്പുവെള്ളത്തിൽ കൂടുതലും സിലോപ്പി ചത്തു പോകാറാണ് പതിവേ. ഇവിടെയൊക്കെ ചത്തു പൊങ്ങി കിടക്കാറുണ്ട്. നമുക്ക് ഇടയ്ക്ക് കിട്ടാറുണ്ട്. കഴിഞ്ഞ ദിവസം ചീന വിലയിലും നമുക്ക് 1 കിലോത്തിന് മുകളിലുള്ളൊരു 3 കിട്ടിയായിരുന്നേ. നല്ല വില കിട്ടിയായിരുന്നു കേട്ടോ. നമുക്ക് ജീവനോടെ ഇട്ടേക്കാം. അവയെ കൊല്ലിയിടത്തുകൊണ്ട് ഇടാം. അപ്പോൾ നാളെ നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അത് വീണ്ടും ഒരു കരിമീൻ തന്നെയാണ്. അത് ചത്തു പോയിട്ടുണ്ട്. നമ്മുടെ പായലിപ്പോൾ ചീഞ്ഞിരിക്കുന്ന ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചത്തു പോകണത്. വീണ്ടും നമുക്കൊരു 3 കരിമീൻ ഒരുമിച്ച് വരുന്നുണ്ടേ. ഒരേപോലത്തെ കരിമീനാണ്. നമ്മൾ ഈ വലയുടെ ഉള്ളിലിട്ടിരിക്കുന്നത് 65 മില്ലിയുടെ വലയാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് പോലെയാണ് നമുക്ക് കിട്ടുന്നത്. അതിന് മുകളിലായിട്ട് എല്ലാ സൈസും കിട്ടും. പക്ഷേ ഈ സൈസായിരിക്കും കൂടുതലേ. ഈ മരത്തിൻ്റെ അടിയിൽ വന്ന് നിന്നേച്ചാണ് കേട്ടോ. അതാണ് നമുക്ക് 3 ഒരുമിച്ച് കിട്ടിയത്. അടുത്തൊരു വരാലാണ് കേട്ടോ. അത്യാവശ്യം വലിയ വരാലാണ്. സാധാരണ നമുക്ക് വരാൽ ഉടക്കിക്കഴിഞ്ഞാൽ ചീഞ്ഞ് പോകാറാണ് പതിവ്. ഇത് മുകളിൽ നേരെ എടുക്കുന്ന കാരണം ഉടക്കിയ ഉടനെ ചത്തു പോകാറുണ്ട്. ഇത് കുഴപ്പമില്ല, നല്ല വരാലാണ്. അടുത്തൊരു ഞണ്ടാണ്. ഒരു മുഴുത്ത ഞണ്ടാണ്. നമുക്ക് വെട്ടി കൊടുക്കാൻ പറ്റുന്ന ഞണ്ടാണ്. മാറ്റിയിട്ടേക്ക് നമുക്ക് അവസാനം എടുക്കാവേ. അത് വീണ്ടും ഒരു കരിമീൻ പള്ളത്തി കൂടിയുണ്ടേ. ഒരു ഇടത്തരം പള്ളത്തിയാണേ. വീണ്ടും ഒരു ചെറിയ ഞണ്ട് കൂടിയുണ്ട്. അത് നമുക്ക് മാറ്റിയിട്ടേക്കാവേ. നമുക്കൊരു കൊഞ്ച് കൂടിയുണ്ട് കേട്ടോ. നമുക്ക് ഈ ഉപ്പുവെള്ളം വരുമ്പോൾ കൊഞ്ചൊക്കെ ചത്തുപോകണതാണ് സാധാരണ. നമുക്ക് ഈ ഇടയ്ക്ക് കുറച്ച് കൊഞ്ച് കിട്ടി. ഇത് അടുത്തൊരു വലിയ കരിമീനാണേ. നല്ല സൈസൊരു കരിമീനുണ്ട്. 10-400 രൂപയാണ് കേട്ടോ. ഒരു ഞണ്ടുണ്ട്. ഇതാ വീണ്ടും കരിമീനുണ്ട്. ഒരു വാഗയുണ്ട്. എല്ലാം കൂടി കിടക്കണം കേട്ടോ. നമ്മുടെ ഈ കേജിൻ്റെ പറ്റിയ നമ്മൾ കരിമീൻ തീറ്റ കൊടുക്കുന്ന കാരണം ഇതിൻ്റെ ചൂട്ടിൽ ഇഷ്ടംമാതിരി മീനുണ്ടാവുകയെ. അതാണ് അങ്ങനെ വന്ന് നിൽക്കുന്നത്. നല്ല സൈസ് കരിമീനാണ് കേട്ടോ. നമുക്കൊരു 5-8 ഇങ്ങനത്തെ കിട്ടിയാലും മതി. ഒരു ചെറിയ ഞണ്ടുണ്ട്. അങ്ങോട്ട് നമുക്ക് മാറ്റിയിടാം. ആ ടൈപ്പ് തന്നെ ഒരു കരിമീനാണ് അടുത്തത്. ഇതിനേക്കാൾ ഇച്ചിരി ചെറുതാണ്, എങ്കിലും നല്ല കരിമീനാണ്. ഒരു വാഗ കൂടിയുണ്ടേ. നമ്മുടെ മയിൽ വാഗ, നീലവാഗയില്ല, അതിൻ്റെ കുഞ്ഞാണ്. അതുമൊക്കെ ഇപ്പോൾ ഉള്ളവരും പിന്നെ കാണാത്തതാണ് സാധാരണ. നമ്മുടെ വല ഏകദേശം തീർന്നിട്ടുണ്ട്. അതിന് കിട്ടിയ മീനിനെ മുഴുവൻ കാണിച്ചു തരാവേ. ഇത്രയാണ് നമ്മൾ ചത്ത മീൻ. മാറ്റിയിട്ടാണ് ഇത് വെള്ളത്തിൽ ജീവനോളം ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ബോക്സിലായിട്ട് എടുത്തിട്ട് കാണിച്ചു തരാവേ. അതിന് ഇഷ്ടംമാതിരി മീനുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് സഹായിക്കണേ.